ഉത്തമൻ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് സിന്ധു മേനോൻ എന്ന നായികയെ മലയാളികൾക്ക് സുപരിചിതമായത്. മലയാളിയാണെങ്കിലും സിന്ധുവിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് കന്നഡയിലാണ്. കന്നഡയിൽ നിന്നും തെലുങ്കിലേക്കും ശേഷം മലയാളത്തിലും തമിഴിലും അവസരം ലഭിച്ച സിന്ധു മേനോൻ തെന്നിന്ത്യയിലെ ഒരു ശ്രദ്ധേയ താരമായി മാറി. നാടൻ വേഷങ്ങൾക്കൊപ്പം മോഡേൺ വേഷങ്ങളും അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുമ്പോഴാണ് 2010 സിന്ധു സിനിമയോട് ഗുഡ് ബൈ പറയുന്നത്. തൃശൂർ മാപ്രാണം സ്വദേശിനി സിന്ധു ജനിച്ചതും വളർന്നതും ബംഗളൂരുവിലാണ്. ഭരതനാട്യം പ്രാവീണ്യമുള്ള നടി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചതാണ് സിന്ധു മേനോന് സിനിമയിലേക്കുള്ള വഴി തുറന്നു ലഭിച്ചത്. താരത്തിന്റെ നൃത്തം കണ്ടാണ് കന്നഡ ഫിലിം ഡയറക്ടർ KV ജയറാം രശ്മി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിക്കാൻ ക്ഷണിക്കുന്നത്. ആദ്യ നായികയായി ആദ്യ ചിത്രം കരാറിലേർപ്പെടുമ്പോൾ നടിയുടെ പ്രായം അന്ന് 13 വയസ്സ് മാത്രമായിരുന്നു. അങ്ങനെയാണ് സിന്ധുവിന്റെ ആദ്യ സിനിമയായ രശ്മി സംഭവിച്ചത്. ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി ഏകദേശം 40 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സിന്ധു മേനോൻ മലയാളത്തിലെ വംശം, കാർത്തിക തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടെ സിന്ധു മേനോൻ എന്ന നടിയുടെ ഔദ്യോഗിക സിനിമാ കരിയറിന് തുടക്കമായി. ഉത്തമൻ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് സിന്ധുവിന്റെ മലയാള അരങ്ങേറ്റം. പിന്നീട് നായികയായും നായികാ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ സിന്ധു തിളങ്ങി നിന്നു. ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തെന്നിന്ത്യയിലെ 4 ഭാഷകളിലും സിന്ധു മേനോൻ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ നാടൻ വേഷങ്ങളിലേക്ക് സിന്ധു ടൈപ്പ് കാസ്റ്റായി മാറി. ഇടയ്ക്ക് വേഷം പോലെയുള്ള സിനിമകളിലെ പോലെ മോഡേൺ വേഷങ്ങളിൽ എത്താനും സിന്ധു ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിന്ധു സെക്കൻഡ് ഹീറോയിൻ തുടങ്ങിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങി. അങ്ങനെ 2009 സിന്ധു മേനോൻ സിനിമാ കരിയറിന് അവസാനമായി. ശേഷം 2010 IT പ്രൊഫഷണലായ ഡൊമിനിക് പ്രഭുവുമായി വിവാഹിതയാവുകയും ചെയ്തു. ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന സിന്ധു കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 2012 സിന്ധു ഒടുവിലായി സിനിമയിൽ അഭിനയിച്ചത്. മലയാളത്തിൽ മഞ്ചാടിക്കുരു എന്ന സിനിമയും തെലുങ്കിൽ സുഭദ്ര എന്ന സിനിമയുമാണ് സിന്ധു മേനോൻ ഒടുവിൽ അഭിനയിച്ചത്. വിവാഹശേഷം നടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് 2017 നടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തുവരുന്നത്. നിരവധി തമിഴ് മാധ്യമങ്ങൾ നടിയുടെ മരിച്ചെന്നുള്ള വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടി പലരിൽ നിന്നും കടം വാങ്ങിച്ചു എന്നും കടഭാരത്തെ തുടർന്ന് സിന്ധു മേനോൻ ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ ഈ വാർത്തയെ തള്ളിക്കൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ മരണവാർത്ത നിലനിൽക്കെയാണ് നടിക്കെതിരെ ഒരു വായ്പാ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. വ്യാജരേഖകൾ ചമച്ച ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പ എടുത്തെന്നായിരുന്നു പരാതി. നടിക്ക് പുറമെ നടിയുടെ സഹോദരൻ മനോജ് കാർത്തികേയൻ, നാഗശ്രീ എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ആഡംബര കാർ വാങ്ങുന്നതിനായി 39 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു പരാതി. വിവാഹത്തിന് ശേഷം നടി സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും ഇടയ്ക്ക് പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ ലോൺ തട്ടിപ്പുമായുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നടി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷതയായി. പിന്നീട് കുടുംബത്തോടൊപ്പം നടി ലണ്ടനിലേക്ക് പോകുകയും ചെയ്തു. എന്നാൽ ലണ്ടനിലേക്ക് മാറിയ നടിയും കുടുംബവും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കന്നഡ സിനിമയിലൂടെയാണ് സിന്ധു മേനോൻ സിനിമാരംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ തിളങ്ങി നിന്ന നടിയാണ് സിന്ധു. ലണ്ടനിലാണ് ഭർത്താവിനൊപ്പം അവർ താമസിക്കുന്നത്. 2 ആൺമക്കളും 1 മകളുമാണ് താരത്തിന്. 40 വയസ്സുകാരിയായ സിന്ധു ഇൻസ്റ്റയിൽ സജീവമാണ്. മിക്ക വിശേഷങ്ങളും ആരാധകരുമായി പങ്കിടാറുണ്ട്. മിസ്റ്റർ ബ്രഹ്മചാരി, വേഷം, തൊമ്മനു മക്കളും, രാജമാണിക്യം, പുലിജന്മം, പതാക, വാസ്തവം, ഡിറ്റക്റ്റീവ് എന്നീ മലയാള സിനിമകളിലും സിന്ധു അഭിനയിച്ചിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.